നമസ്കാരം. ഒരിക്കലും ഒരമ്മയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് മലയാളി ആസ്വദിച്ചത് വേദനയോടെയാണ്. മുന്നിൽ ചോറും കറികളും വിളമ്പിയ ഒരു പാത്രം, അതിലേക്ക് ധാരയായി ഒഴിക്കുന്ന വിഷം, കറികളും ചേർത്ത് ചോറ് നന്നായി അമ്മ കുഴയ്ക്കുന്നത് നിർവികാരനായി നോക്കിയിരിക്കുന്ന 40 കഴിഞ്ഞ മകന്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. സ്വന്തം കൈകൊണ്ട് ആ ചോറ് ഉരുളകളാക്കി മകന്റെ വായിലേക്ക് സ്നേഹത്തോടെ വെച്ചു കൊടുക്കുന്ന ആ അമ്മ, രുചിയോടെ ബാല്യകാലത്തിലെന്ന പോലെ ഒട്ടും മടിക്കാതെ ആ മകൻ അമ്മ നൽകിയ അമൃതം രുചിയോടെ കഴിക്കുന്നു. ഭ്രാന്തൻ എന്ന് മുദ്രകുത്തിയ ബാലൻ മാഷ് ഇന്നും മലയാളികളുടെ ഉള്ളിൽ നൊമ്പര കാഴ്ചയായി അമ്മയുടെ കയ്യിൽ നിന്നും വിഷം നിറഞ്ഞ ഉരുളകൾ ഓരോന്നായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തെ ആർദ്രമാക്കുന്ന കാഴ്ച മലയാളിക്ക് സമ്മാനിച്ച് കടന്നുപോയ ഇതിഹാസ സമ്മാനനായ എഴുത്തുകാരന്റെ ഓർമ്മകൾക്ക് ഇന്ന് 14 വയസ്സ്. നിരവധി ജീവിതഗന്ധിയായ ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ലോഹിതദാസ് എന്ന ചലച്ചിത്രകാരൻ പടിയിറങ്ങിപ്പോയത്. സിനിമ അദ്ദേഹത്തിന് പലപ്പോഴും ഉൾവിളികളായിരുന്നുവെന്ന് തോന്നിക്കും വിധമാണ് കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്നത്. ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ ജീവനോടെ ആസ്വാദകരുടെ മുന്നിൽ ഇപ്പോഴും വേദനയോടെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വികാരാർദ്രമായ മുഹൂർത്തങ്ങളും ലോഹിതദാസിന്റെ ചിത്രങ്ങളിലെ മാത്രം സവിശേഷതയാണ്. പോലീസായ അച്ഛനെ തല്ലുന്നത് കണ്ട് എല്ലാം മറന്നുപോകുന്ന മകൻ, ഒടുവിൽ അച്ഛൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തല്ലിത്തകർത്തുകൊണ്ട് ഒരു കൊലപാതകിയിലേക്കും അവിടെ നിന്ന് ഗുണ്ടയിലേക്കും നീങ്ങുമ്പോൾ സേതുമാധവൻ എന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് വികാരനിർഭരമായ അനുഭവമാണ്. മകളെ ലോഡ്ജ് മുറിക്കുള്ളിൽ വിട്ടിട്ട് അതിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്ന അച്ഛൻ്റെ മനോവേദനയും അനുഭവിപ്പിക്കാൻ ലോഹിതദാസ് എന്ന സംവിധായകന് കഴിഞ്ഞു. 1/4 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ചലച്ചിത്ര സഭരിയിൽ അദ്ദേഹം എഴുതിക്കൂട്ടിയത് 40-ലധികം ചിത്രങ്ങളാണ് മലയാളത്തിന് അദ്ദേഹം സമ്മാനിച്ചത്. 3 തവണ സംസ്ഥാന സർക്കാരിന്റെ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം അദ്ദേഹം നേടിയെടുത്തു. മകളെയോർത്ത് വിതുമ്പുന്ന അച്ഛന്റെ വേദനകളുമായി ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന വിദ്യാധരന്റെ മനോവിചാരങ്ങളും വികാരങ്ങളും ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടാണ് സംവിധാന രംഗത്തേക്ക് ലോഹിതദാസ് എത്തുന്നത്. വിദ്യാധരനെ മലയാളിക്ക് സമ്മാനിച്ച ലോഹിതദാസിനെ തേടി ദേശീയ പുരസ്കാരവും എത്തി. ഭരതനൊപ്പവും സിബി മലയിലിനൊപ്പവും സത്യനന്ദിക്കാടിനൊപ്പവും മികച്ച ചിത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് മലയാളിക്ക് ലോഹി സമ്മാനിച്ചത് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ചിത്രങ്ങളായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ ആഴവും പരപ്പും ഏറെ മനോഹരമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഉദാഹരണമാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അരയന്നങ്ങളുടെ വീട്, കിരീടം, അങ്ങനെ നിരവധി ചിത്രങ്ങൾ നമുക്ക് ഉദാഹരിക്കാൻ കഴിയും. വെങ്കലം എന്ന ചിത്രം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മാറുകയുണ്ടായി. പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകളിൽ ജീവിക്കുന്ന അമ്മയുടെ ചിന്തകൾക്കനുസരിച്ച് സ്വയം മാറേണ്ടി വരുന്ന മക്കളുടെ മാനസികാവസ്ഥകളുടെയും അതിലൂടെ കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും വളരെ മനോഹരമായി വരച്ചു കാട്ടാനും തന്മയത്വത്തോടെ ഓരോ മുഹൂർത്തങ്ങളും ഒരുക്കിയെടുക്കാനുമുള്ള കൈവഴക്കവും പ്രതിഭയും ലോഹിതദാസ് എന്ന കഥാകാരന് മാത്രം സ്വന്തമായിരിക്കുന്നു. കഥകളെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും സങ്കീർണമായ ചിന്താതലങ്ങളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാനും കഴിവുള്ള എഴുത്തുകാരൻ തന്നെയായിരുന്നു അദ്ദേഹം. മലയാളത്തിൽ വാടകയ്ക്ക് ഗർഭപാത്രം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ദശരഥം എന്ന ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ വാടകയ്ക്കായിരുന്നാൽ പോലും മാതൃത്വത്തിന് എത്രത്തോളം വിലയുണ്ടെന്നും മാതൃസ്നേഹം എത്രത്തോളം വലുതാണെന്നുമുള്ള സന്ദേശമായിരുന്നു ലോഹിതദാസ് പറഞ്ഞു തന്നത്. സംഭാഷണങ്ങൾ ഒരുക്കുന്നതിൽ പോലും കഥാപാത്രത്തിന്റെ സാന്നിധ്യം കാത്തു സൂക്ഷിക്കാൻ ലോഹിതദാസിന് കഴിഞ്ഞിരുന്നു. മലയാളത്തിലെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ തലയിൽ ഒരു കെട്ടുമായി നീണ്ട താടിയുമായി എത്തിയ ലോഹിതദാസിന്റെ വിയോഗം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ പോലെ ഒരു നൊമ്പരം അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കടന്നുപോകുമ്പോൾ സേതുമാധവനും ബാലൻ മാഷും അച്ചൂട്ടിയുമൊക്കെ ജീവനോടെ മുന്നിൽ നിന്ന് വിതുമ്പുകയാണ്.